പലരുടെയും ധാരണ കോൾ ഹിസ്റ്ററി അങ്ങ് ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല എന്നാണ്. എന്നാൽ നമ്മൾ കോൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്താലും ഫോൺ തന്നെ ഫോർമാറ്റ് ചെയ്താലും നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, എത്ര സമയം വിളിക്കാറുണ്ട്, ഏതൊക്കെ ദിവസം വിളിച്ചിട്ടുണ്ട്, അയാളുടെ ഫോൺ നമ്പർ ഏതാണ് എന്നുള്ള എല്ലാ വിവരങ്ങളും ഒരു മിനിറ്റ് നമ്മുടെ മൊബൈൽ ഫോൺ മറ്റൊരാളുടെ കൈവശം ലഭിച്ചാൽ തന്നെ അയാൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് കോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അത് എയർടെൽ ആയാലും VI ആയാലും ജിയോ ആയാലും ഇതുപോലെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച എല്ലാ വിശദ വിവരങ്ങളും ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ദുരുപയോഗ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് എന്ന് കാണിച്ചു തരുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവർ നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം കോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. അതിനുശേഷം മറ്റുള്ളവർ നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു തരാം. എയർടെൽ VI ജിയോ ഈ മൂന്നിനും 3 തരത്തിലാണ് കോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എയർടെലിൻ്റെ പറഞ്ഞു തരാം, അതിനുശേഷം VI പറഞ്ഞു തരാം, ഏറ്റവും അവസാനം ജിയോ പറഞ്ഞു തരാം. എയർടെൽ ഉപഭോക്താവാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് 121 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ ഡുവൽ സിം ഒക്കെ ഉണ്ടെങ്കിൽ ഏതിലാണ് നിങ്ങളുടെ എയർടെൽ സിം ഉള്ളത്, സിം ആദ്യം സെലക്ട് ചെയ്തിട്ട് വേണം മെസ്സേജ് അയക്കാൻ. ഓക്കെ, നിങ്ങൾ 121 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എന്താണ് മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ പ്രീ ബിൽ സ്പെല്ലിങ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പ്രീ ബിൽ എന്ന് എഴുതിയതിന് ശേഷം സ്പേസ് വിടുക. എന്നിട്ട് ഏതു മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ട മാസത്തിൻ്റെ ഷോർട്ട് കട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഞാനിപ്പോൾ ജനുവരിയാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് JAN എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു സ്പേസ് വിടുക. എന്നിട്ട് ഏത് ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടത് അത് കൃത്യമായി ഇതുപോലെ എഴുതി കൊടുക്കുക. അതായത് ആദ്യം പ്രീ ബില്ല്, അതിനുശേഷം സ്പേസ് വിട്ടിട്ട് ഏത് മാസമാണെന്ന് എഴുതുക. അതിനുശേഷം വീണ്ടും സ്പേസ് വിട്ടിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൂടി എഴുതിയതിന് ശേഷം സെൻഡ് കൊടുക്കുക. അല്പസമയം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മറുപടി വരുന്നതാണ്. അതിലൊരു പാസ്വേഡ് കൂടി ഉണ്ടാവും. നിങ്ങളുടെ ഫോൺ നമ്പറും വിവരങ്ങളൊക്കെ അതിലുണ്ടാവും. അതിലൊരു പാസ്വേഡ് കൂടി ഉണ്ടാവും. പാസ്വേഡ് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ പേപ്പറിലോ മറ്റോ കുറിച്ചെടുക്കുക. ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുത്ത മെയിൽ ID ഉണ്ടല്ലോ, അതിൻ്റെ മെയിൽ തുറന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർടെലിൻ്റെ ഒരു മെയിൽ വന്നതായിട്ട് കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു PDF ഫയൽ കൂടി ഉണ്ടാവും. ആ PDF ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നീട് PDF ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാസ്വേഡ് ചോദിക്കും. നിങ്ങൾക്ക് ലഭിച്ച ആ പാസ്വേഡ് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണായി കിട്ടുന്നതാണ്. നമ്മൾ ആ ഒരു മാസത്തിൽ ആരെയൊക്കെ വിളിച്ചു, എത്ര തവണ വിളിച്ചു, ഏതൊക്കെ തീയതിയിൽ വിളിച്ചു, എത്ര സമയം സംസാരിച്ചു, അവരുടെ ഫോൺ നമ്പർ മുതൽ എല്ലാ വിവരങ്ങളും ഇതുപോലെ കോൾ സ്റ്റേറ്റ്മെൻറ്റിനകത്തുണ്ടാകും. ഇനി VI സിം ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. എൻ്റെ കയ്യിൽ VIയുടെ സിം ഇല്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നേരത്തെ എയർടെലിൽ ചെയ്തതുപോലെ തന്നെയാണ്, ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 12345 എന്ന നമ്പറാണ്. അയക്കേണ്ട മെസ്സേജ് ബില്ല് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. നിങ്ങൾക്ക് സ്പെല്ലിംഗ് സ്ക്രീനിൽ കാണാം. അതിനുശേഷം ഒരു സ്പേസ് വിട്ടിട്ട് ഏത് മാസമാണെന്ന് എഴുതണം. ഞാനിപ്പോൾ NOV എന്നാണ് കൊടുക്കുന്നത്, അതായത് നവംബറാണ് കൊടുക്കുന്നത്. VIയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇമെയിൽ ID കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ സിം കാർഡ് എടുക്കുമ്പോൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ്, അല്ലെങ്കിൽ VI ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഇമെയിൽ IDയിലേക്കാണ് നമുക്ക് VIയുടെ സ്റ്റേറ്റ്മെൻറ്റ് അടങ്ങിയ മെയിൽ വരിക. അപ്പോൾ ആ ഇമെയിൽ ID നമ്മുടെ ഫോണിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ മെയിൽ വന്നോളും. അപ്പോൾ ബിൽ എന്നും വേണ്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മാസവും എഴുതി മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നേരത്തേതുപോലെ തന്നെ മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിലിൽ ലഭിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാസ്വേഡിലാണ് ചെറിയ വ്യത്യാസമുള്ളത്. അതായത് പാസ്വേഡ് വരുന്നത് നിങ്ങളുടെ ആധാർ കാർഡിലെ പേരിലെ ആദ്യത്തെ 2 അക്ഷരവും നിങ്ങളുടെ ഫോൺ നമ്പറിലെ അവസാനത്തെ 4 ഡിജിറ്റും. അതായത് എൻ്റെ പേരിൻ്റെ തുടക്കം TH എന്നാണ്. ഇനി എൻ്റെ ഫോൺ നമ്പറിൻ്റെ അവസാനം 1415 ആണെങ്കിൽ 1415 TH 1415 എന്നാണ് പാസ്വേഡ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളൊരു ജിയോ ഉപഭോക്താവാണെങ്കിൽ മൈ ജിയോ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് SMS അയച്ചാൽ ലഭിക്കുന്നതല്ല. മൈ ജിയോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ മൈ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മൈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി മൈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണുന്നില്ലെങ്കിൽ മുഴുവനായിട്ട് എഴുതി സെർച്ച് ചെയ്യുക. അങ്ങനെ മൈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസത്തേത്, 7 ദിവസം, 15 ദിവസം, 30 ദിവസം എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കോസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് തീയതി
മുതൽ ഏത് തീയതി വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരേണ്ടതെന്ന് വെച്ചാൽ വളരെ കൃത്യമായി അതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ആ തീയതിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ 7 ദിവസത്തേതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് 3 രീതിയിൽ ഇത് ലഭിക്കുന്നതാണ്. ഒന്ന് ഇമെയിൽ, രണ്ടാമത് നമുക്ക് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ, മൂന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷനാണ്. നമുക്ക് ഏതും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നേരിട്ട് കാണാനുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ താഴെയുള്ള വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ബട്ടണിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ ഇതുപോലൊരു പേജ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലായി നിങ്ങൾക്ക് യൂസേജ് ചാർജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ വോയിസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ താഴെയായിട്ട് ചെക്ക് നൗ എന്ന് പറയുന്ന ഒരു ബ്ലൂ ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ആ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. എത്ര ആളെ വിളിച്ചു, ആരെയൊക്കെ വിളിച്ചു, ഏതൊക്കെ സമയത്ത് വിളിച്ചു, എത്രയാണ് ഡ്യൂറേഷൻ എന്ന് മുതൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിയുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ തുറന്നിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ഈസി ആയിട്ട് ഇതുപോലെ നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അനുവാദമില്ലാതെ ഇത്തരത്തിൽ നമ്മുടെ കോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ മറ്റുള്ളവർ എടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം നമ്മുടെ ഫോണിലെ മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ലോക്ക് ചെയ്തിടുക. അതുപോലെ തന്നെ ജിയോ സിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈ ജിയോ ആപ്പൊക്കെ ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനായി ചില ഫോൺ മോഡലുകളിൽ ഫോണിൽ തന്നെ ആപ്ലിക്കേഷൻ ലോക്കർ ഉണ്ടാവും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്പ് ലോക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ലോക്ക് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത്തരം മൈ ജിയോ ആപ്പ്, അതുപോലെ തന്നെ മെസ്സേജ് ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്തിടാൻ സാധിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ലോക്ക് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിലെ ആപ്പ് ലോക്ക് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിരവധി ആപ്പ് ലോക്കർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഇഷ്ടപ്പെടുന്നത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത്തരം ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ